നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ നെറ്റ്വർക്ക്സ്, അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മറ്റ് 2 പ്രോബ്ലം സെഷനുകൾ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ പ്രോബ്ലം സെഷൻസും കൂടി കാണാം. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള NCERT എക്സസൈസസ് ആണ് മറ്റ് 2 സെഷൻസിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഒബ്റ്റെയിൻ ദി ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ഇൻ ദ ഫിഗർ. ഫോർ എ 300 volt supply, determine the charge and voltage across each capacitor. ഈ ഒരു നെറ്റ്വർക്കാണ് നമുക്ക് തന്നത്. 100 pf, 200 pf, 200 pf, 100 pf. Between points A and B, you have a 300 volt supply. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെ ഈ സർക്യൂട്ടിനെ ഒന്ന് റീഡ്രോ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ you break up the circuit and redraw it. Okay, so എങ്ങനെയാണിത് റീഡ്രോ ചെയ്യാൻ നോക്കാം. Here you have points A and B. ഈ ഒരു ബ്രാഞ്ച്, ഓക്കെ, this branch I am going to elongate. ഇതിങ്ങനെ നീട്ടി വെക്കാൻ പോവാണ്. അപ്പോൾ റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ ഇതൊന്ന് റീഡ്രോ ചെയ്താൽ സർക്യൂട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. So this is point A. This is capacitor 100 pf. ഈ ഒരു ബ്രാഞ്ചാണിത്. ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. സോ ഹിയർ യു ഹാവ് 200, 200. ഹിയർ യു ഹാവ് 100. This point is B. Okay, so 100 pf, 200 pf, 200 pf. ഇപ്പോൾ നോക്കൂ, നമുക്ക് കുറച്ചും കൂടി വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഈ 2 കപ്പാസിറ്റേഴ്സ് സീരീസിലാണ്. ഈ 2 എണ്ണം സീരീസിലാകുമ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സോ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 ഈക്വൽ ടു 1/200 plus 1/200. you will get 2/200 or 1/C equal to 1/100 or C equal to 100 pf. okay, അപ്പോൾ ഈ 2 കപ്പാസിറ്റേഴ്സിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 100 pf. ഇനി ഈ സർക്യൂട്ട് ഒന്നുകൂടി നമുക്ക് റീഡ്രോ ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഇത് വളരെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള സർക്യൂട്ട് ഇതേ മെത്തേഡിലാണ് നമ്മൾ പോവുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ റീഡ്രോ ചെയ്യാണ്. സോ യു ഹാവ് ടെർമിനൽ A 100 pf. Then here, instead of 2 capacitors, now you have a single one and the other capacitor is there. No change. Okay, so this is A, this is B, 100 pf. Here 200 and 200 series. Adinu pagaram you have a single capacitor, again 100 pf. Here again you have 100 pf. Okay, so now the circuit is little more easy. What to do now? These 2 capacitors in parallel. Okay, so you can easily find out the effective capacitance. Let it be C dash, effective capacitance of these 2. Clear? Parallel. So it is C1 plus, so C1 ഉള്ളതിന് വരെ നമുക്ക് C1 ഡാഷ് എന്ന് കൊടുക്കാം. നേരത്തെ C1 C2 ഉപയോഗിച്ചുകൊണ്ട്
So let it be C1 dash plus C. Okay, C is this one, right? C1 dash idana, idu C. So you have 100 plus 100 equal to 200 PF. Okay, clear ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെയിം 100 PF കപ്പാസിറ്റർ, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസിലായിട്ടുള്ള കോമ്പിനേഷന് പകരം നമ്മൾ ഒറ്റൊരു കപ്പാസിറ്ററാക്കി മാറ്റി. അവിടെ 100 PF. ഓക്കെ, C. So this is C. And this can be written as C1 dash. So C1 dash and C parallel. അതിൻ്റെ effective capacitance C dash equal to C1 dash plus C. That is 100 plus 100 equal to 200 PF. Now the circuit can again be redrawn. ഇനി എങ്ങനെ നമുക്കിത് വരയ്ക്കാൻ പറ്റും നോക്കൂ. You have same 100 PF. This is our 100 PF capacitor. ഇനി ഈ രണ്ട് കപ്പാസിറ്റേഴ്സിന് പകരം നമുക്ക് ഒറ്റൊരു കപ്പാസിറ്റർ. ഓക്കെ, സോ ദ സർക്യൂട്ട് ബിക്കംസ് like this. This is point A, this is point B. Okay, this 100 PF capacitor is here. ഈ ഒരു നെറ്റ്വർക്കിന് പകരം ഒറ്റൊരു കപ്പാസിറ്ററായി. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 200 PF. ഇനി ഇത് വളരെ ഈസി അല്ലേ. സോ C ഇക്വിവാലൻറ്റ് സീരീസ് ആണ്, അപ്പോൾ നമുക്ക് 1/C ഇക്വിവാലൻ്റ് ആയിരിക്കും കിട്ടുക. 1/C ഇക്വിവാലൻറ്റ് ഈക്വൽ ടു നമുക്കറിയാം 1/C1 പ്ലസ് 1/C2. അപ്പോൾ 1/100 പ്ലസ് 1/200. ഓക്കെ, ദാറ്റ് ഈസ് 3/200 or C equivalent equal to 200/3 picofarad. Okay, so the effective capacitance of the combination C equivalent equal to 200/3 picofarad. മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇനി ഈ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. നമുക്ക് ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിന് അക്രോസുള്ള ചാർജും ഓരോന്നിന് അക്രോസുള്ള വോൾട്ടേജും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ദ ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത തിയറി എന്ന് പറയുന്നത് ബ്രേക്ക് അപ്പ് ദ സർക്യൂട്ട്, റൈറ്റ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ടു ഫൈൻഡ് ദ ചാർജ് ആൻഡ് വോൾട്ടേജ്, അത് കണ്ടുപിടിക്കാൻ യു ഹാവ് ടു റീബിൽഡ് ദ സർക്യൂട്ട്. സോ ബ്രേക്കിംഗ് അപ്പ് ആൻഡ് ബിൽഡിംഗ് അപ്പ് ദ സർക്യൂട്ട്, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് വിൽ ബിൽഡ് അപ്പ് ദ സർക്യൂട്ട് ഫ്രം ദി ലാസ്റ്റ് സ്റ്റെപ്പ് ടു ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഹിയർ ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി യു ഹാവ് 300 volt സപ്ലൈ അല്ലേ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ഇപ്പോൾ ലാസ്റ്റ് വരച്ച ഈ സർക്യൂട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ അക്രോസ് 100 PF, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇത് 100 PF, this is 200 PF, this is point A, this is point B. Let V1 be the PD here and V2 the PD here. Okay, അപ്പോൾ നമുക്കറിയാം ബിറ്റ്വീൻ എ ആൻഡ് ബി ടോട്ടൽ PD 300 ആണ്. സോ അക്രോസ് 100 and 200 ഈ മുഴുവൻ PDയും ഡ്രോപ്പ് ചെയ്യും അല്ലേ. V1 അക്രോസ് 100 PF and V2 across 200 PF, so that V1 plus V2 equal to 300. So how to find out V1? V1 equal to Q by 100 into 10 raised to minus 12. Q എന്താണ്? What is Q? It is the charge. ഇത് സീരീസിലായതുകൊണ്ട് across both the capacitors you have the same charge.
അപ്പോൾ ക്യൂ ബൈ സി എന്നുള്ളതിൽ ക്യൂ നമുക്കറിയില്ല, ഇത് കണ്ടെത്തണം. ബൈ സി 100 PF. ക്യൂ എങ്ങനെ കണ്ടെത്താം? ക്യൂ ഈക്വൽ ടു സി ബി. അപ്പോൾ ഇവിടെ ഈ എക്കും ബിക്കും ഇടയിലാണ് യു ഹാവ് കണക്റ്റഡ് 300 വോൾട്ട് സപ്ലൈ. സോ ഈ 300ൽ നിന്ന് വരുന്ന മുഴുവൻ ചാർജും ഈ കപ്പാസിറ്റേഴ്സിന് അക്രോസ് ഉണ്ടാവും. Okay, so Q equal to CV. Q denotes the total charge supplied by the battery. So what is Q equal to? C here denotes C equivalent. Okay, so 200 by 3 into 10 raised to minus 12 C into V, 300. That is V. Okay, so you have, what is the value of charge? So the value of Q, 2 into 10 raised to minus 8 coulomb. Idana charge. Okay, so same charge exists across 100 PF and also across 200 PF. So what is V1? V1 equal to 2 into 10 raised to minus 8 divided by 100 into 10 raised to minus 12. What is that equal to? This is 200 volt. Okay, 200 volt. This is the PD across this capacitor V1. Now what is V2? So V2 equal to 300 minus 200 equal to 100 volt. എങ്ങനെ കിട്ടി? എക്കും ബിക്കും ഇടയിൽ 300 വോൾട്ട് ആണ് നമുക്കറിയാം. V1 200 ആണ്. സോ V2 will be 300 minus 200 equal to 100 volt. ഇനി നമ്മൾ തിരിച്ച് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലേക്ക് വീണ്ടും തിരിച്ചു പോവാണ്. സോ ഇത് നമ്മുടെ തൊട്ട് മുമ്പ് നമ്മൾ വരച്ച സർക്യൂട്ടാണ്, ജസ്റ്റ് ദ പ്രീവിയസ് വൺ. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞാൽ നേരത്തെ നമ്മൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസ് വി ഹാവ് ബ്രോക്കൺ അപ്പ് ദ സർക്യൂട്ട്. ഓക്കെ, നൗ വി ആർ ബിൽഡിംഗ് അപ്പ് ദ സർക്യൂട്ട്, ജസ്റ്റ് ദ റിവേഴ്സ് പ്രോസസ്. അപ്പോൾ 100 PF ഇത് നമുക്കറിയാം, അക്രോസ് ഉള്ള വോൾട്ടേജ് 200 എന്ന് കിട്ടി. പിന്നെ അടുത്ത 200 PF എന്ന് പറഞ്ഞത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഇക്വിവാലൻ്റ് ആണ് അല്ലേ. നമുക്കിപ്പോൾ 100 വോൾട്ട് കിട്ടിയിട്ടില്ലേ, തൊട്ട് മുമ്പ് കിട്ടിയ 100 വോൾട്ട് ഈ ഒരു നെറ്റ്വർക്കിൽ ഉള്ള വോൾട്ടേജാണ്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് കപ്പാസിറ്റേഴ്സും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാരലൽ കണക്ഷനിൽ എപ്പോഴും വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ. ബിറ്റ്വീൻ പോയിൻറ്റ്സ് സേ ഈ പോയിൻ്റ് നമ്മൾ പി എന്ന് വിചാരിക്കുക, ഈ പോയിൻ്റ് ക്യൂ എന്ന് വിചാരിക്കുക. സോ ബിറ്റ്വീൻ പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ യു ഹാവ് സെയിം വോൾട്ടേജ്. അപ്പോൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കുമല്ലോ, റൈറ്റ്? സോ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദിസ് 100 PF? Across that 100 PF capacitor, voltage is 100 volt. So PD across C1 dash equal to 100 volt and PD across C equal to 100 volt. Because C1 dash and C are parallel. Okay, so voltage across C and C1 dash നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ പ്രീവിയസ് സർക്യൂട്ടിലേക്ക് പോവാണ്. സോ നമ്മുടെ ഫസ്റ്റ് റീഡ്രോ ചെയ്ത സർക്യൂട്ടിലേക്ക് എത്തിയപ്പോൾ, അപ്പോൾ ഇവിടെയുള്ള പി ഡി നമുക്ക് നേരത്തെ കിട്ടി 200, പിന്നെ ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള പി ഡി കിട്ടി 100, പിന്നെ ഈ രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെയും ഇക്വിവാലൻറ്റിന് അക്രോസുള്ള പി ഡി 100 കിട്ടി.
അല്ലേ? സി എന്ന് പറയുന്നത് ഈ രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെയും ഇക്വാലൻറ്റ് കപ്പാസിറ്ററാണ്. ഇത് രണ്ടും കൂടി കൂട്ടി കഴിയുമ്പോൾ 100 സീരീസ് ആണല്ലോ. സോ രണ്ടും കൂടി കൂട്ടിയാൽ 100. രണ്ടിൻ്റെ വാല്യൂസ് ഈക്വലാണ്. 200 PF 200 PF. രണ്ടും ആഡ് ചെയ്താൽ 100. കപ്പാസിറ്റേഴ്സ് ഈക്വലാണ്. കണക്ട് ചെയ്തത് സീരീസിലാണ്. അപ്പോൾ പി ഡി എങ്ങനെയായിരിക്കും? പി ഡി വിൽ ബി ഈക്വൽ, റൈറ്റ്? സോ യു ഹാവ് പി ഡി across 200 PF is 50 volt, and similarly the other 200 PF capacitor and across the medium 50 volt. Okay, so total 300 volt across this 100 PF. You have 200 volt, and between these 2 points you have 100 volt. അപ്പോൾ അതിൽ തന്നെ 100 വോൾട്ട് ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസിലായതുകൊണ്ട് ഇത് രണ്ടിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, 50 and 50. അപ്പോൾ നമുക്ക് എല്ലാ കപ്പാസിറ്റേഴ്സിനും അക്രോസുള്ള പി ഡി കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സർക്യൂട്ട് പി ഡി കണ്ടുപിടിക്കുക. അപ്പോൾ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് കാണാൻ യു ഹാവ് ടു ബ്രേക്ക് അപ്പ് ദ സർക്യൂട്ട്, ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദി പി ഡി ആൻഡ് ചാർജ് യു ഹാവ് ടു റീബിൽഡ് ദ സർക്യൂട്ട്. ഇനി ഈ ക്വസ്റ്റിന് ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ, ഡിറ്റർമിൻ ദ ചാർജ് ആൻഡ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് കിട്ടി. ഇനി വളരെ ഈസി ആയിട്ട് ചാർജ് കണ്ടുപിടിക്കാം. സോ വിൽ ഫൈൻഡ് ഔട്ട് ചാർജ് across 100 PF. Let it be Q1 equal to 100 PF into അതിനക്രോസുള്ള വോൾട്ടേജ്. അതിനക്രോസുള്ള വോൾട്ടേജ് എത്രയായിരുന്നു? 200. So Q1 equal to 2 into 10 raised to minus 8 coulomb. Okay. In charge across next capacitor हम കണ്ടുപിടിക്കാം. Charge across next one is ഈ കപ്പാസിറ്റർ across ഉള്ള ചാർജ്. ഓക്കെ, ചാർജ് across C1 dash equal to, let it be Q1 dash, that is equal to 100 into 10 raised to minus 12 ഇൻറ്റു അതിനക്രോസുള്ള പി ഡി. അതിനക്രോസുള്ള പി ഡി നമുക്ക് നേരത്തെ കിട്ടിയത് 100 ആയിരുന്നു. ഓക്കെ, സോ ഈക്വൽ ടു 10 raised to minus 8 കൂളോം. ക്ലിയർ? ഇനി നമുക്ക് നേരത്തെ വരച്ച ഈ ഡയഗ്രാം ഒന്ന് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചാർജ് കിട്ടി, ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള ചാർജ് കിട്ടി. ഇനി വേണ്ടത് ഈ 200 PF അക്രോസുള്ള ചാർജാണ്. ഇത് രണ്ടും സീരീസിലായതുകൊണ്ട് സെയിം ചാർജ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിന് അക്രോസുള്ള ചാർജ് അക്രോസ് 200 PF തന്നെ നോട്ട് ചെയ്യാം. സോ ചാർജ് അക്രോസ് 200 PF, that is, let it be Q2 equal to 200 into 10 raised to minus 12 into PD across 200 is 50. Okay, so you'll get again 10 raised to minus 8 coulomb. This is the charge across 200 PF or Q2. ഇപ്പോൾ നമുക്ക് എല്ലാ കപ്പാസിറ്റേഴ്സിനും അക്രോസുള്ള ചാർജ് കിട്ടിക്കഴിഞ്ഞു. Q1 2 into 10 raised to minus 8 coulomb, Q1 dash 10 raised to minus 8 coulomb, and Q2 അത് 200 PF കപ്പാസിറ്റർ 10 raised to minus 8 coulomb. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. If C1 equal to 3 picofarad, C2 equal to 2 picofarad, calculate the equivalent capacitance of the given network between points A and B. You are given this network. See, between points A and B, you have a 3 PF capacitor, again a 3 PF capacitor. This is 2 PF. This is again 3 PF. Here you have a 2 PF capacitor, and this is 3 PF. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചെയ്യേണ്ടത്, we want to find out the equivalent capacitance between points A and B.
അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് അതേ മെത്തേഡാണ്. വി ആർ ഗോയിങ് ടു റീഡ്രോ ദ സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ട് നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. അപ്പോൾ റീഡ്രോ ചെയ്യുന്നതിന് മുമ്പ് സർക്യൂട്ട് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സി, ഈ 3 കപ്പാസിറ്റേഴ്സ്, ഓക്കെ, ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 3pf, 2pf ആൻഡ് 3pf. ഈ 3 കപ്പാസിറ്റേഴ്സും സീരീസിലുള്ളത്. കാരണം ഇവിടെയുള്ള അതേ ചാർജ് ഈ കപ്പാസിറ്ററിൽ ഉണ്ടാവും. സെയിം ചാർജ് ഗോസ് ടു ദിസ് കപ്പാസിറ്റർ ഓൾസോ. അപ്പോൾ ഈ 3 കപ്പാസിറ്റേഴ്സിനും പകരം വി ക്യാൻ ഡ്രോ എ സിംഗിൾ കപ്പാസിറ്റർ. അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദീസ് 3 ഫസ്റ്റ്. ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെ ഇക്വിവാലൻറ്റ് കപ്പാസിറ്റേഴ്സാണ്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ ദി ഇക്വിവാലൻറ്റ് കപ്പാസിറ്റൻസ് 1/C' equal to 1/3 plus 1/2 plus 1/3. Okay, we are finding out equivalent capacitance of these 3, right? So 1/C' equal to 1/3 plus 1/2 plus 1/3. Solving more, you will get 2 plus 3 plus 2 divided by 6. So you will get 7/6, that is 1/C'. Circuit can be redrawn like this. Between points A and B, you have same 3pf capacitor, then here 3pf capacitor, 2pf as in this circuit itself. Okay, ഈ ഭാഗമൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഈ 3 കപ്പാസിറ്റേഴ്സ് അതേപോലെ തന്നെ വെച്ചുകൊണ്ട് ഈ 3 കപ്പാസിറ്റേഴ്സിന് പകരം വി ഹാവ് ഡ്രോൺ ദിസ് വൺ 6/7 പിക്കോഫാരഡ്, റൈറ്റ്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർക്യൂട്ട് നോക്കൂ. ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. സോ ദീസ് 2 കപ്പാസിറ്റേഴ്സ്, ഓക്കെ, ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ വൺ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ടും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, right? So we'll find out the equivalent capacitance of these 2 capacitors. So equivalent capacitance of C2 and this is C'. So equivalent capacitance of C2 and C'. Okay, let it be C2'. C2' equal to parallel combination ആണ്, so it is the sum. C2' equal to C2 plus C' equal to 2 plus 6/7 pf. Okay, that is 2 plus 6/7. What do you get? That is 20/7 picofarad. So C2' equal to 20/7 picofarad. Okay, അപ്പോൾ 1 more സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ഇനി ഒന്നുകൂടി നമുക്ക് റീഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ 2 കപ്പാസിറ്റേഴ്സിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അതിൻ്റെ ഇഫക്റ്റീവ് വാല്യൂ 20/7 പിക്കോഫാരഡ് എന്ന് കിട്ടി. ഇനി വി ആർ ഗോയിങ് ടു റീഡ്രോ ദ സർക്യൂട്ട് അഗൈൻ. നോക്കാം എങ്ങനെയാണ് റീഡ്രോ ചെയ്യാൻ പോകുന്നതെന്ന്. See, first capacitor remains same. Second capacitor, now it is C2' and third capacitor same, no change. Okay, so this is A, this is point B, this is 3pf, this is 3pf and this one is 20/7 picofarad. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. നോക്കൂ, 3 കപ്പാസിറ്റേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. 3pf, 20/7 pf, അഗൈൻ 3pf. അപ്പോൾ ഈ 3 കപ്പാസിറ്ററിൻ്റെ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഈ സർക്യൂട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, യു ക്യാൻ സ്ട്രെച്ച് ദ സർക്യൂട്ട്
ആൻഡ് എങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കൂ. So this can again be redrawn like this. Okay, we have 3 capacitors in series, 3 PF, 20 by 7 PF, again 3 PF. This is point A, this is point B. Now you can easily find out the equivalent capacitance. എങ്ങനെയാണ് സീരീസിലാണ്. സോ 1 by C equivalent equal to 1 by 3 plus റെസിപ്രോക്കലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 20 by 7 എന്നുള്ളത് നമ്മൾ 1 by C എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ 7 by 20 പ്ലസ് 1 by 3. ഓക്കെ, 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3. അപ്പോൾ 1 by 3 പ്ലസ് ഇത് 20 by 7 ആയതുകൊണ്ട് അങ്ങനെ എഴുതി പോകരുത്, ശ്രദ്ധ വേണം. 7 by 20 plus 1 by 3, which can be written as LCM will be 60, right? So 20 plus 7 into 3 plus 20 divided by 60. That is, this is 61 divided by 60, or C equivalent equal to 60 by 61 PF. Okay, this is 1 by C equivalent. Okay, 1 by C equivalent equal to 61 by 60. So C equivalent equal to 60 by 61 PF. So വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും സർക്യൂട്ട് റീഡ്രോ ചെയ്ത ശേഷം എങ്ങനെ നമുക്ക് ആ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗം, അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സീരീസ് അല്ലെങ്കിൽ പാരലൽ എന്ന് തോന്നുന്ന ഭാഗം വേണം ആദ്യം നമ്മൾ സോൾവ് ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ യു ക്യാൻ റീഡ്രോ ദ സർക്യൂട്ട്, ഓർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇക്വിവാലന്റ് capacitance. Okay.